സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കാരണം നമ്മുടെ മനുഷ്യായുസിൻ്റെ ഒരു പ്രത്യേക അജണ്ടയാണ് ശിശുത്വം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അതിലേറ്റവും അർത്ഥവത്തായ ഒരു രണ്ട് വിഷയമാണ് ഈ കൗമാരവും യൗവനവും എന്ന് പറയുന്നത്. പക്ഷെ അത് വളരെ പ്രായോഗികമായി ബുദ്ധിപൂർവം ഉപയോഗിച്ച് നന്മയാർന്ന മൂല്യങ്ങൾ, ദൈവികമായ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ഉയരുന്നവരുണ്ട്, വളരുന്നവരുമുണ്ട്. ഒരുപാട് പേരെ എനിക്കറിയാം. ആലയമായുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളുടെ ശിക്ഷണത്തിലും അവരുടെ ഉപദേശത്തിലും പ്രാർത്ഥനയിലൂടെയൊക്കെ വളർന്ന അനേക തലമുറകൾ ഇന്ന് ഓരോ ഗവൺമെൻറ് ജോലികളിൽ ജീവിതത്തിൻ്റെ പല പല തലങ്ങളിലേക്കും അവർ എത്തിപ്പെട്ടു എന്നുള്ളത് ഞാൻ കാണുന്ന ഒരു സാക്ഷ്യമാണ്. അത് ആലയമായൊരു അവരുടെ ഒരു ബന്ധമാണ്. എന്നാൽ ദൈവാലയവുമായി യാതൊരു ബന്ധമില്ല. ദൈവിക മൂല്യങ്ങളൊക്കെ നിഷേധിച്ച് ഈ ലോകത്തിൻ്റെ ലൗകിക മൂല്യങ്ങളൊക്കെ മുറുകെ പിടിച്ചു പോയവർ ഇന്നും ഒരിടത്തും എത്തിപ്പെട്ടിട്ടില്ല. പല കേസിൽ ഉൾപ്പെട്ട് കിടക്കുന്നവരൊക്കെ ഉണ്ട്. നല്ല യൗവനമക്കൾ ദൈവാലയത്തിന് ശുശ്രൂഷകൾ അവർക്ക് അംഗീകരിക്കില്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, മറ്റുള്ള കാര്യങ്ങളെല്ലാവരെയും കുറ്റവും പറഞ്ഞ് അങ്ങനെ വേറൊരു തലത്തിലേക്ക് ജീവിച്ച് ഇന്നും ഒരിടത്തും എത്തിപ്പെടാത്ത ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ദൈവാലയവുമായി കമ്മിറ്റ്മെൻറ്റോട്, ദൈവാനുഗ്രഹത്തോടെ ജീവിക്കുന്നവരും ദൈവകൃപയിൽ നിലനിൽക്കുന്നവ നമ്മുടെ തലമുറകളൊക്കെ ഇന്നും സമൂഹത്തിൻ്റെ മുമ്പിൽ, കുടുംബത്തിൻ്റെ മുമ്പിൽ, ദേശത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യമായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ മുടവൻ മുകൾ ഇടവകയിലെ യുവജനങ്ങളും ബാലശക്തിയിലെ കുഞ്ഞുങ്ങളും ഈ വരുന്ന നടന്ന തലമുറകളെല്ലാം കർത്താവിനെ സാക്ഷിക്കുന്ന, നല്ല വിദ്യാഭ്യാസം നേടുന്ന, നന്മ പുറകെ പിടിക്കുന്ന, നമുക്കൊരു ഫിസിക്കൽ ഒരു ഗെയിം കൊണ്ട്, നമുക്ക് ഒരു അറിവ് കൊണ്ട്, ഒരു നോളജ് കൊണ്ട് നമുക്ക് ഭാഗികമായിട്ടുള്ള അറിവ് മാത്രമാണ് ലഭിക്കുന്നത്. പക്ഷെ ഒരു നല്ല നടപ്പ് എന്ന് പറയുന്നത് വേദപുസ്തകത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു നല്ല നടപ്പ് മറ്ററിവുകളൊക്കെ നമുക്ക് ധാരാളം കിട്ടും. നമ്മൾ എത്ര ഡിഗ്രികൾ ചെയ്താലും നമുക്ക് ഈ ഫിസിക്കലായിട്ടുള്ള ഒരു അവയർനെസ് ധാരാളം നമുക്ക് ലഭിക്കും. പക്ഷേ ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു നല്ല നടപ്പിലുള്ള അവയർനെസ്സും ഉദ്ബോധനവും ആത്മീയ അവബോധവും ഒക്കെ ലഭിക്കുന്നത് ഈ വേദപുസ്തകത്തിൽ കൂടെ തന്നെ. ഞാനത് മനസ്സിലാക്കിയ കാര്യമാണ്. എൻ്റെ കൊച്ചു നാൾ മുതൽ ഇതുവരെയും ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യമാണ്. നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് നല്ല അറിവുകൾ സമ്പാദിക്കാൻ കഴിയില്ല. നല്ല നടപ്പ് ഇന്ന് ഒരുപാട് വിദ്യാഭ്യാസമുള്ള ഒരുപാട് തലമുറകളുണ്ട്. പക്ഷേ എത്ര തലമുറകളാണ് നല്ല നടപ്പുള്ളത്? എത്ര പേർ നന്നായി നടക്കുന്നുണ്ട്? എത്ര പേർ നന്നായി ജീവിക്കുന്നു? അതുകൊണ്ടാണ് പറയുന്നത്, ഈ വേദപുസ്തകത്തിലൂടെയാണ് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള നല്ല ആത്മീയ അവബോധത്തിനകത്ത് എന്ത് സ്വീകരിക്കണം, എന്ത് സ്വീകരിക്കേണ്ട എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ നല്ല ബുദ്ധിയുടെ ആരംഭമാണ്. നന്മയും തിന്മയും എന്തൊക്കെയാണ് ചേർക്കേണ്ടത്, എന്തൊക്കെ ചേർക്കരുതാത്തത്, എന്തൊക്കെ സ്വീകരിക്കണം, എന്തൊക്കെ സ്വീകരിക്കേണ്ട എന്നുള്ള നല്ല ബോധ്യം ഈ വേദപുസ്തകത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നമ്മൾ പ്രാർത്ഥനയോടെ സ്വീകരിക്കുക. ഒരിക്കൽ കുറേ ആളുകൾ യുദ്ധം കഴിഞ്ഞ് വിജയശ്രീയിൽ രാജ്യരായി അവർ കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് ഇങ്ങനെ കപ്പൽ വരുമ്പോൾ അന്ന് ഈ കടൽ ഒരു പ്രക്ഷുബ്ധമായിരുന്നു. അവർക്ക് കപ്പൽ അല്പം പോലും മുന്നോട്ട് നീക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ. അതുകൊണ്ട് ചില നാളുകൾ അവർക്ക് അവിടെ തമ്പഴിക്കേണ്ടി വന്നു. ഒരു പ്രത്യേക തുറമുഖത്ത് തമ്പഴിക്കേണ്ടി വന്നു. അങ്ങനെ ഇതിന് ശുദ്ധജലം, അവർ കൊണ്ടുവന്ന ശുദ്ധജലം, അവർ യുദ്ധം ജയിച്ചു വരുന്നവരാണ്, വിജയിച്ചു വരുന്ന ആളുകളാണ് ഇതിനകത്തുള്ളത്. ശുദ്ധജലം തീർന്നു. ശുദ്ധജലം തീർന്നപ്പോൾ ഇതിലെ കരുത്തരായ 2, 3, 5, 6 ആൾക്കാരെ ഇതിലുള്ളവർ ഉപയോഗിച്ച് നിങ്ങൾ ഏതെങ്കിലും ഇത് മറികടന്ന് ഒരു ശുദ്ധജലം തേടി നിങ്ങൾ കണ്ടെത്തി കൊണ്ടുവരണം. അത് നീന്താനും എല്ലാ തരത്തിലും പ്രാവീണ്യമുള്ള ഒരു 6, 7 ആൾക്കാരെ അതിലേക്ക് വിട്ടു. അവരിങ്ങനെ ആ കപ്പലിൽ നിന്ന് ശുദ്ധജലം തേടി അവർ പോയ യാത്രയിൽ ഒരു ദിവസം അന്ന് കുടിക്കുവാൻ വെള്ളമൊന്നുമില്ല ആ കപ്പലിനകത്ത്. ഇവർ വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയാണ് കുറച്ച് പേർ. ഇതിലെ കപ്പലിലെ മറ്റ് യാത്രക്കാർ ഇവരുടെ ശുദ്ധജലവും കൊണ്ട് വരുന്ന വരവും കാത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒരു ദിവസമായി, 1.5 ദിവസമായി ഇവരെ കാണുന്നില്ല. അപ്പോൾ വീണ്ടും ഇവരെ തേടി വീണ്ടും അല്പം കൂടെ കരുത്തുള്ളവർ ഈ കപ്പലിൽ നിന്ന് വീണ്ടും ഇവരെ തേടി യാത്ര ചെയ്തപ്പോൾ ഇവരെ കാണാൻ കഴിഞ്ഞത് ഇപ്രകാരമാണ്. ഒരു പ്രത്യേകമായ ഇടത്ത് ഇവരെത്തിപ്പെട്ടു. അവിടെ ഏതോ ഒരു അവർക്ക് ഉന്മാദവും സന്തോഷവും വരുന്ന ലോട്ടസ് പഴങ്ങൾ ഭക്ഷിച്ച് അതിങ്ങനെ അതിൻ്റെ ലഹരി ഉന്മാദത്തോടെ ഇവരുടെ ലക്ഷ്യം മറന്ന് അവിടെ കിടക്കുകയാണ്. ലക്ഷ്യം എന്തായിരുന്നു? എന്താ? ശുദ്ധജലം തേടിയുള്ള ഒരു പ്രയാണം. പക്ഷേ അവിടെ കണ്ട ലോട്ടസ് പഴങ്ങളുടെ ലഹരിയിൽ ഉന്മാദരായി അവിടെ കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ ശുദ്ധജലം തേടിയുള്ള ഒരു വിശ്വാസ യാത്രയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. പക്ഷേ ഇന്നും ഈ കാലഘട്ടങ്ങളിൽ തലമുറകൾ ചില ലോട്ടസ് പഴങ്ങളുടെ, ചില കുടുംബങ്ങളാകട്ടെ, തലമുറകളാകട്ടെ, ചില ലോട്ടസ് പഴങ്ങളുടെ കെണിയിൽപ്പെട്ട് ഉന്മാദരായി
ഇന്ന് ലക്ഷ്യം മറന്ന് കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കും ദേശത്തിനും മാതാപിതാക്കൾക്കും ഒക്കെ ഇടർച്ചയായി ഈ കാലഘട്ടത്തിൽ ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒന്ന് നമ്മൾ സ്വയം നന്നാകുക, 2 ലക്ഷ്യം തെറ്റാതെ ജീവിക്കുക, 3 ഫലകരമായി ജീവിക്കുക, 4 ജീവിതം വിലയുള്ളതാക്കി മാറ്റുക, മൂല്യമുള്ളതാക്കി മാറ്റുക. ആന്റണി ഡിമല്ലയുടെ സോങ് ഓഫ് ദ ബേർഡ് എന്ന ഒരു ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു വാക്ക് ചേർത്തിരിക്കുന്നത് സൂഫി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഈ മറ്റുള്ളവർ നന്നാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു, മറ്റുള്ളവർ നന്നാക്കാൻ. പക്ഷെ അദ്ദേഹം മറ്റുള്ളവർ നന്നാക്കാൻ ശ്രമിച്ചിട്ട് ആരും നന്നായില്ല. സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങൾ നന്നാക്കാൻ ശ്രമിച്ചു, അവരും നന്നായില്ല. പിന്നെ അദ്ദേഹം ദൈവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിച്ചത് പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: ദൈവമേ, എന്നെ നന്നാക്കാനുള്ള കൃപ എനിക്ക് തരണം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാ തലമുറകളോടും മാതാപിതാക്കളോടും കൊച്ചുമക്കളോടും പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കും: കർത്താവേ, സ്വയം നന്നാകാനുള്ള കൃപ എനിക്ക് തരണമേ, സ്വയം നന്നായി ജീവിക്കാനുള്ള കൃപ, എനിക്ക് നന്നായി വളരാനുള്ള കൃപ, മറ്റുള്ളവർക്ക് ഇടർച്ചയായി തീരാതിരിക്കാനുള്ള കൃപ, കുടുംബത്തിലും ദേശത്തിലും സഭയ്ക്കും സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാനുള്ള കൃപ, എനിക്ക് ദൈവിക സാക്ഷ്യവും മൂല്യവും മുറുകെ പിടിക്കാനുള്ള കൃപ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ വ്യക്തി ജീവിതത്തിൽ നീതിബോധവും സത്യസന്ധതയും നിഷ്കളങ്കതയും നിർമ്മലതയും ഉണ്ടാകുമെങ്കിൽ അവൻ ദൈവകൃപയിൽ നിലനിൽക്കുന്ന ഒരു ദൈവ പൈതലാണ്. ഒരു മാതാവായിരിക്കാം, പിതാവായിരിക്കാം, യുവാവായിരിക്കാം, യുവതിയായിരിക്കാം, കൊച്ചുമക്കളായിരിക്കാം. ജീവിതത്തിലെ വലിയ ഇരുട്ട് നീക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു കൊച്ചു മെഴുകുതിരിയെങ്കിൽ തെളിയിക്കുവാൻ നമ്മൾ പ്രാപ്തരാകുക. ഇങ്ങനെ ഒരു ചിന്ത ഒരു പണ്ഡിതൻ, ഒരു വേദശാസ്ത്ര പണ്ഡിതൻ പറയുന്നുണ്ട്: ഒരു ചിന്ത വിതച്ച് ഒരു പ്രവൃത്തി ചെയ്യുന്നു, ഒരു പ്രവൃത്തി വിതച്ച് ഒരു പരിചയം കൊയ്യുന്നു, ഒരു പരിചയം വിതച്ച് ഒരു സ്വഭാവം കൊയ്യുന്നു, ഒരു സ്വഭാവം വിതച്ച് ഒരു ജീവിതത്തിന്റെ ഒരു അന്തം കൊയ്യുന്നു. ഇത് നമ്മൾ വളരെ ഈ ചിന്ത ഒന്ന് മനസ്സിലാക്കണം. ഒരു ചിന്ത വിതച്ച് ഒരു പ്രവൃത്തി ചെയ്യുന്നു, ഒരു പ്രവൃത്തി വിതച്ച് ഒരു പരിചയം കൊയ്യുന്നു, ഒരു പരിചയം വിതച്ച് ഒരു സ്വഭാവം കൊയ്യുന്നു, ഒരു സ്വഭാവം വിതച്ച് അതിന്റെ അന്തം കൊയ്യുന്നു. അത് ചിലപ്പോൾ നല്ലതായിരിക്കാം, മോശമായിരിക്കും. നല്ലത് വിതച്ച് നല്ലത് കൊയ്യും, തെറ്റായിട്ടാണ് വിതയ്ക്കുന്നതെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. നമ്മൾ തെറ്റായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിന്റെ കൊയ്തെടുക്കുന്ന ഫലം എന്ന് പറയുന്നത്. അതുകൊണ്ട് പല ദുഷ്പരിചയങ്ങളും പരിശീലിക്കുന്നതിന് കാരണം ചില ദോഷ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കുടിയിരിക്കുന്നത് കൊണ്ടാണ് ചില ദുഷ്പരിചയങ്ങൾ നമ്മൾ പരിശീലിക്കുന്നത്. നമ്മിലുണ്ടാകുന്ന ചിന്തകളെയും വികാരങ്ങളെയും അവയേക്കാൾ ശ്രേഷ്ഠമായ ദൈവിക ചിന്തകൾ കൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയുമ്പോൾ അതാണ് ആത്മാവിന്റെ ഫലമായ ഇന്ദ്രിയ ജയം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്: ശരീരത്തിന്റെ വിളക്ക് എന്താണ് മക്കളെ? എന്താണ്? കണ്ണാവുക. കണ്ണ് കേടുള്ളതെങ്കിൽ ശരീരം മുഴുവൻ ഇരുട്ടായിരിക്കും. കാരണം കണ്ണിലൂടെയാണ് ദുരാഗ്രഹങ്ങളും ദുരാശകളും ദുർബോധങ്ങളും ഒരു മനുഷ്യൻ നന്നാകുന്നതിനും നന്നാകാതിരിക്കാത്തതിനൊക്കെയും ഒരു മനുഷ്യനെ ആശ്രയിച്ചിരിക്കുന്നതാണ് കണ്ണെന്ന് പറയുന്നത്. കണ്ണിനെ നമ്മൾ എങ്ങനെ നല്ലതിലേക്ക് ചലിപ്പിക്കുന്നുവോ, നല്ല കാഴ്ചപ്പാടുകളിലേക്ക് ചലിപ്പിക്കുന്നുവോ, അങ്ങനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ ജീവിതത്തിന് മൂല്യമുള്ള, സത്യമുള്ള, നീതിയുള്ള മുന്നോട്ടുള്ള ജീവിത പ്രയാണങ്ങൾ. അത് കേടുള്ളതായാൽ ജീവിതം മുഴുവൻ ഇരുട്ടാണ്. കണ്ണ് കേടുള്ളതാണെങ്കിൽ ശരീരം മുഴുവനും ഇരുട്ടാണ്. അതുകൊണ്ട് ഈ യുവജനവാരവും ബാലജീവനവാരവും ആഘോഷിക്കുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അലസന്റെ മനസ്സും ഹൃദയവും സാത്താൻ തന്റെ പണിശാലയാക്കുന്നു എന്നതാണ്. എന്ന് പറഞ്ഞാൽ ദൈവവിചാരമില്ലാത്തവനും സത്യാന്വേഷി, സത്യത്തിൽ വിശ്വസ്തതയും സത്യവും നീതിയും ധാർമ്മികതയും സൂക്ഷിക്കാത്ത ഒരു മനുഷ്യൻ, അതൊരു അറിവുള്ള ഏതോ കൊച്ചുമകനാകാം, യുവതിയാകാം, യുവാവാകാം, പിതാവാകാം, അമ്മയാകാം, അവരാരെന്ന് ചോദിച്ചാൽ പിശാചിന്റെ, സാത്താന്റെ പണിശാലയാണ്. അലസന്റെ മനസ്സും ഹൃദയവും സാത്താൻ തന്റെ പണിശാലയാകുന്നു, പണിയായുധമാക്കി മാറ്റുന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 4:8 പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു അഹക്കാമ്പിന്റെ ഉൾവചനമാണ്: പ്രിയരെ, സത്യമായതൊക്കെയും നിർമ്മലമായതൊക്കെയും സൽഗുണമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊള്ളുവിൻ. വീണ്ടും പൗലോസ് അവിടെ പറയുന്നത്, നിങ്ങൾ ഈ ഭൂമിയിലെ നശിച്ചു പോകുന്ന ലൗകികതയെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊള്ളുവിൻ. അതാണ് യഥാർത്ഥ ജ്ഞാനം. നമുക്ക് വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 2 ദിനവൃത്താന്തം 34